കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം എ സലീം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കായംകുളം നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ സലീം ഉദ്ഘാടനം നിർവഹിച്ചു. അനവധി തവണ സമരം ചെയ്തു. താലൂക്ക് ആസ്ഥാനത്ത് കളക്ടറേറ്റ് പഠിക്കൽ, നിയമസഭാ മന്ദിരത്തിന്റെ മുൻപിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ, ധനകാര്യമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ, ഒടുവിൽ സംസ്ഥാന നേതാക്കൾ 29 പേർ തിരുവനന്തപുരത്ത് വെച്ച് അറസ്റ്റ് വരിച്ച സംഭവം എല്ലാം നമുക്കെല്ലാം അറിയാം. അതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കണം ഏതായാലും ഈ സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ധൃതി പിടിച്ച് ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് ഒരു കമ്മിറ്റിയെ നിയമിച്ചുകൊണ്ട് ഇന്ന് പത്രവാർത്ത നമ്മളെല്ലാം കണ്ടു. DA അനുവദിച്ചു. DA നമ്മൾ കുടിശ്ശിക കിട്ടാനുണ്ട്. അതിൻ്റെ കണക്കുകളൊന്നും ഒരുപക്ഷെ ആർക്കും അറിയില്ല. ആരും അത് പരിശോധിക്കുന്നതുമില്ല. നമ്മുടെ ട്രഷറി ചെല്ലുന്നു, ചെക്ക് എഴുതി കൊടുക്കുന്നു, പണം വാങ്ങിക്കുന്നു. നമുക്ക് 4 ഗഡു പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യം ഒന്നിച്ചു തരാൻ തീരുമാനമെടുത്തു വരെ നമുക്കെല്ലാം അറിയാം. 2021 രണ്ടല്ല 4 കൊല്ലത്തിന് മുമ്പ്. എന്ത് മാർഗത്തിലും ഭരണം പിടിച്ചെടുക്കണം, 3ാം പിണറായി ഗവൺമെന്റ് വരും എന്ന് പല യോഗങ്ങളിലും അദ്ദേഹം പറഞ്ഞവനാണ്. എന്ത് ചെയ്തു? നമ്മളുടെ 6 ലക്ഷം ജീവനക്കാരാണുള്ളത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹബീബ് പൊന്നേറ്റിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ഡി ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ജി മോഹനൻപിള്ള, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ സി വിജയൻ, പ്രൊഫസർ എസ് ചന്ദ്രശേഖരപിള്ള, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ജി മോഹനൻപിള്ള, ഡോക്ടർ ബി ശ്രീകുമാർ, നിയോജക മണ്ഡലം സെക്രട്ടറി പി കൃഷ്ണകുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ജയശ്രീ, എം ചന്ദ്രബാബു, പി എസ് ശശികുമാർ, പി ആർ വിമൽകുമാർ, നിയോജക മണ്ഡലം ഭാരവാഹികളായ കെ വി ശൈലേഷ്, സി എൽ സുധ, കണിശ്ശേരി മുരളി, ജി തുളസീധരൻ, വി രാമചന്ദ്രൻ, പ്രൊഫസർ സുരേഷ് ആമ്പക്കാട്, എസ് രവിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കായംകുളത്ത് എത്തിച്ചേരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയ്ക്ക് സ്വീകരണം നൽകുവാൻ കൺവെൻഷൻ തീരുമാനിച്ചു. CDNet ന്യൂസ്, കായംകുളം.